പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ബ്രിട്ടൻ കുടിയേറ്റം നിയന്ത്രിക്കുന്നു. കുടിയേറ്റം റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ബ്രിട്ടനിലേക്കുള്ള നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും മുൻഗണന നൽകേണ്ടത് ആവശ്യമാണെന്ന് സ്റ്റാർമർ പറഞ്ഞു. 2023 ജൂണിൽ അവസാനിച്ച വർഷത്തിൽ നെറ്റ് ഇമിഗ്രേഷൻ 9,06,000 ഉയർന്നുവെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ നയങ്ങളെ സ്റ്റാർമർ വിമർശിച്ചു. കുടിയേറ്റ സംഖ്യയിൽ കുത്തനെ വർധനവാണ് അക്കാലയളവിലുണ്ടായത്. 2021 കൺസർവേറ്റീവുകൾ അവതരിപ്പിച്ച പോയിന്റ് അധിഷ്ഠിത സംവിധാനത്തിന് കീഴിലുള്ള വിസ റൂട്ടുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പ്രധാനമന്ത്രി വിശദീകരിച്ചു. അപേക്ഷകരുടെ കഴിവുകളും യോഗ്യതകളും അടിസ്ഥാനമാക്കിയാണ് വിസ അനുവദിക്കുന്നത്. കുടിയേറ്റത്തെ അമിതമായി ആശ്രയിക്കുന്ന വ്യവസായങ്ങളെയാണ് മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നത് ബിസിനസ്സുകൾക്ക് നിക്ഷേപം നടത്തേണ്ടതുണ്ടെന്നും സ്റ്റാർമർ പറഞ്ഞു. ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിനിടയാക്കിയപ്പോൾ പുതിയ വിസ നിയമങ്ങൾ ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വർധനവിന് കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്റ്റുഡന്റ് വിസ ഫീസ് വർദ്ധിപ്പിച്ച ഓസ്ട്രേലിയയുടെ തീരുമാനത്തിൽ ഇന്ത്യക്ക് ആശങ്ക. ഓസ്ട്രേലിയയിലേക്ക് പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വൻ തിരിച്ചടിയാണ് തീരുമാനമെന്ന വിലയിരുത്തൽ. ഈ വർഷം ജൂലൈ 1 മുതലാണ് സ്റ്റുഡന്റ്സ് വിസ ഫീസ് വർദ്ധിപ്പിച്ചത്. 710 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 1600 ഓസ്ട്രേലിയൻ ഡോളറായാണ് സ്റ്റുഡന്റ് വിസ ഫീസ് വർദ്ധിപ്പിച്ചത്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇത് വരുത്തിവെക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളിലേക്ക് പ്രതിവർഷം അനേകം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യൻ സർക്കാർ ഇതിനകം ഓസ്ട്രേലിയൻ അധികൃതരെ സമീപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ തേടുന്നതിന് വിദേശകാര്യ മന്ത്രാലയം സജീവമായി ഇടപെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് പ്രോപ്പർട്ടികളിൽ അനധികൃതമായി നിക്ഷേപിച്ച ഇന്ത്യക്കാർക്കെതിരെ ആദായ നികുതി വകുപ്പ് കേസെടുത്തു. ദുബായിലെ പ്രോപ്പർട്ടി വാങ്ങലുകൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ടുകൾ നിയമാനുസൃതമായ സ്രോതസ്സുകളിൽ നിന്നുള്ളതാണോ എന്ന് വെളിപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകി. ദുബായിൽ ഇന്ത്യക്കാരുടെ കൈവശം വെച്ചിരിക്കുന്ന വെളിപ്പെടുത്താത്ത സ്ഥാവര സ്വത്തുക്കൾ ഉൾപ്പെടുന്ന 500-ലധികം കേസുകൾ ആദായ നികുതി വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. IT വകുപ്പിന്റെ ഡൽഹി അന്വേഷണ വിഭാഗം നടത്തിയ തെരച്ചിലിൽ വെളിപ്പെടുത്താത്ത 43 ദുബായ് സ്വത്തുക്കളുടെ തെളിവുകൾ കണ്ടെത്തി. ഡൽഹിയിൽ നടത്തിയ പരിശോധനയിൽ നികുതിദായകർ 125 കോടിയിലധികം രൂപ വെളിപ്പെടുത്താത്ത പണമായി നിക്ഷേപിച്ചതായി സമ്മതിച്ചെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒക്ടോബർ മുതൽ ദുബായിൽ അപ്രഖ്യാപിത സ്വത്തുക്കളുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന നിരവധി സമ്പന്നരായ ഇന്ത്യക്കാർക്ക് ഫോറിൻ അസറ്റ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൽ നോട്ടീസ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 100ഓളം നോട്ടീസുകൾ നൽകിയതായാണ് റിപ്പോർട്ട്. 90 ദിവസത്തിൽ താഴെ UAEയിൽ തങ്ങിയ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് UAE അധികൃതർ പങ്കിട്ട വിവരത്തെ തുടർന്നാണ് നടപടി. ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് സമീപ വർഷങ്ങളിൽ നിരവധി ഇന്ത്യൻ നിക്ഷേപകരെയാണ് ആകർഷിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉമ്മുൽ ഖുവൈനിലെ ട്രാഫിക് പിഴകളിൽ 50% ഇളവ് പ്രഖ്യാപിച്ച് പോലീസ്. UAE ദേശീയ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് നിരക്കിളവ്. ഡിസംബർ 1 മുൻപ് ഉമ്മുൽ ഖുവൈനിൽ ചുമത്തിയ ഗുരുതരമല്ലാത്ത എല്ലാ പിഴകൾക്കും 50% ഇളവ് ലഭിക്കും. 2024 ഡിസംബർ 1 മുതൽ 2025 ജനുവരി 5 വരെയുള്ള കാലയളവിൽ പിഴകൾ അടച്ചു തീർക്കുമ്പോഴാണ് ഈ ഇളവ് ലഭിക്കുക. ഗുരുതരമായ ലംഘനങ്ങൾക്ക് ഇളവ് ലഭിക്കില്ല. എല്ലാ വാഹന ഉടമകളോടും ഈ സംരംഭം പ്രയോജനപ്പെടുത്താനും അവരുടെ പിഴയടയ്ക്കാനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപഭോക്തൃ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉമ്മുൽ ഖുവൈൻ പോലീസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം. അജ്മാനിലും 2024 നവംബർ 4 മുതൽ ഡിസംബർ 15 വരെയുള്ള ട്രാഫിക് പിഴകളിൽ 50% കിഴിവ് പ്രഖ്യാപിച്ചിരുന്നു. ഒക്ടോബർ 31 മുൻപ് അജ്മാനിൽ ചുമത്തിയ എല്ലാ പിഴകൾക്കും 50% ഇളവ് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.